മഹത്വത്തിന്റെ തേജസ്സുള്ള സ്വർഗത്തിന്റെ വിജയസഭ ഇറങ്ങി വരുന്ന സമയമാണല്ലോ പരിശുദ്ധ കുർബാന. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ജഡികഭാവം, സകല മ്ലേച്ഛഭാവങ്ങളും മുഴുകിയിരിക്കുന്നവർ അയോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ വേദനിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ദൈവം പറയുന്ന വാക്കാണ്, നീ എൻ്റെ കൂടെ ആയിരിക്കുക, ഓരോ ദേവാലയത്തിലും നിന്നെ കാത്ത് സകലമായി ഞാൻ ഇരിപ്പുണ്ട്. മഹത്വത്തിന്റെ തേജസ്സുള്ള സ്വർഗത്തിന്റെ വിജയസഭ ഇറങ്ങി വരുന്ന സമയമാണല്ലോ പരിശുദ്ധ കുർബാന. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ജഡികഭാവം, സകല മ്ലേച്ഛഭാവങ്ങളും മുഴുകിയിരിക്കുന്നവർ അയോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ വേദനിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ദൈവം പറയുന്ന വാക്കാണ്, നീ എൻ്റെ കൂടെ ആയിരിക്കുക, ഓരോ ദേവാലയത്തിലും നിന്നെ കാത്ത് സകലമായി ഞാൻ ഇരിപ്പുണ്ട്. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശ്വരിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ശാലോം TV-യിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ദിവ്യകാരുണ്യ അനുഭവത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിൽ ഈശോയുടെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ 2 ദിവസക്കാലമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുകയായിരുന്നല്ലോ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ മിശിഹ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആത്മീയ രഹസ്യങ്ങൾ. ഈശോ സദാസമയത്ത് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവേ, ഞങ്ങളെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അപ്പോൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണല്ലോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പ്രാർത്ഥനയ്ക്കകത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്, അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഉദ്ദേശിച്ച ഭക്ഷണം, ആത്മീയ ഭക്ഷണമായ 2 ആഹാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ഈ ലോക ജീവിതത്തിൽ തീർത്ഥാടന സഭയിൽ അംഗമായ എനിക്കും നിങ്ങൾക്കും ആത്മീയ ജീവിതത്തിൽ കരുത്തു നൽകാനുള്ള 2 പ്രധാനപ്പെട്ട ആയുധമാണ് ഈശോ മിശിഹ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ആഹാരമായ വചനമാകുന്ന ആഹാരം, 2ാമത്തെ ആഹാരമാണ് പരിശുദ്ധ കുർബാന എന്ന ആഹാരം. ഒന്നാമത്തെ ആഹാരത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ മാമോദീസ സ്വീകരിച്ച് സ്നാനക്കടവിൽ നിന്ന് ഈശോ നേരെ പോകുന്നത് അവൻ 40 രാവും 40 പകലും മരുഭൂമിയിലെ ചൂടത്തും തണുപ്പത്തും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 40-ാം നാൾ ഈശോയ്ക്ക് വിശന്നപ്പോൾ പ്രലോഭകനായ സാത്താൻ ഈശോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, നീ ദൈവപുത്രനല്ലേ, ഈ കിടക്കുന്ന കല്ലിനോട് അപ്പമാകാൻ പറയേ. ഉടനെ ഈശോ സാത്താനെ നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, വിശുദ്ധ മത്തായി സുവിശേഷം 4-ാം അധ്യായം 4-ാം തിരുവചനം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ്. ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ് പരിശുദ്ധമായ വചനം. ഒന്ന് വചനമാകുന്ന ഭക്ഷണം. 2ാമത്തെ ആഹാരം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ മിശിഹ ആവർത്തിച്ച് പറയുന്ന ഒരു വചനമുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യമായും ജീവിക്കും. 14 പ്രാവശ്യമാണ് ഈശോ ഈ വചനം ആവർത്തിക്കുന്നത്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ നിത്യമായും ജീവിക്കും. 2ാമത്തെ പ്രധാനപ്പെട്ട ആഹാരമാണ് പരിശുദ്ധ കുർബാന എന്ന ആഹാരം. 1ാമത്തെ ആഹാരം വചനമായ ആഹാരവും പരിശുദ്ധ കുർബാന എന്ന ആഹാരവും. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ 2 ക്രമമാണുള്ളത്.
ഒന്ന് വചനത്തിൻ്റെ മേശയും, രണ്ട് അപ്പത്തിൻ്റെ മേശയും. വചനത്തിൻ്റെ മേശയും അപ്പത്തിൻ്റെ മേശയും ചേർന്നതാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിൽ അപ്പം മുറിക്കും, ആദ്യം വചനം മുറിക്കും, അപ്പം മുറിക്കും. ഇത് രണ്ടും ചേർന്നതാണ് വിശുദ്ധ കുർബാന. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വചനമാകുന്ന ഭക്ഷണവും പരിശുദ്ധ കുർബാനയാകുന്ന ഭക്ഷണവും നമ്മൾ ഓരോ മക്കളും ഭക്ഷിക്കണം. ഇന്ന് ഈ കാലയളവിൽ പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം അനേകം മക്കൾ വചനത്തിൽ നിന്ന് കുറവായി. പക്ഷേ കുർബാനയോട് നമുക്കറിയാം, കത്തോലിക്കരായ വ്യക്തികൾ കൂദാശയോട് ഒത്തിരിയേറെ ബന്ധമുണ്ട്. എന്നാൽ പ്രൊട്ടസ്റ്റന്റുകാർക്ക് വചനത്തോട് ബന്ധമുണ്ട്. വചനത്തോടുള്ള ബന്ധവും കുർബാനയോടുള്ള ബന്ധവും ദൈവമക്കൾക്ക് ആവശ്യമുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനത്തിൻ്റെ ശക്തിയും വിശുദ്ധ കുർബാനയുടെ ശക്തിയും ഓരോ ദൈവവൈതലും തിരിച്ചറിയണം. ഹല്ലേലൂയ. വചനത്തിൻ്റെ ശക്തിയും വിശുദ്ധ കുർബാനയുടെ ശക്തിയും ദൈവ പൈതൽ തിരിച്ചറിയണം. നമുക്കറിയാം, വചനത്തിൻ്റെ ശക്തി വിശുദ്ധ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ പിശാചിനെ പുറത്താക്കിയ വചനം ഒരു ദൈവ പൈതൽ വിശ്വാസത്തോടെ ഉച്ചരിക്കാൻ തുടങ്ങുമ്പോൾ തിന്മയുടെ ശക്തി ഇട്ടുപോകും. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വാക്യങ്ങൾ, 68-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, 34-ാം സങ്കീർത്തനം, 27-ാം സങ്കീർത്തനം, ഈശോ പിശാചിനെ പുറത്താക്കിയ വചനഭാഗം, ഈശോ രോഗികളെ സൗഖ്യപ്പെടുത്തിയ വചനഭാഗം, ഈശോ അത്ഭുതങ്ങൾ ചെയ്ത വചനഭാഗം, മാനസാന്തരപ്പെടുത്തിയ വചനഭാഗം, ഇതൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ആവർത്തിച്ച് ഉച്ചരിക്കുമ്പോൾ അവിടെ തിന്മയുടെ കെട്ടുകൾ അഴിഞ്ഞു മാറും. എന്നാൽ ഒരു വ്യക്തി പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് പ്രത്യേകമായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയും. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയും പരിശുദ്ധ വചനവും തമ്മിൽ ആഴമായ ബന്ധമുണ്ട്. നമുക്കറിയാം, ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവമുണ്ട്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഈശോയുടെ കുരിശു മരണത്തിന് ശേഷം അവരാകെ തകർന്ന്, ഈശോയിൽ വിശ്വസിച്ച ഈശോയുടെ ശിഷ്യന്മാർ ആകെ തളർന്ന് അവർ എമ്മാവൂസിലേക്ക് പോകുമ്പോൾ ഈശോ അവരുടെ കൂട്ടത്തിൽ നടക്കുമ്പോൾ അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റണില്ല. അവിടെ 3 കാര്യങ്ങളാണ് വചനഭാഗത്തുള്ളത്. 1, അവർ മ്ലാനവതരായിരുന്നു. 2, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു. 3, അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നു. ഈ കാലയളവിൽ ക്രൈസ്തവ വിശ്വാസം, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ദൈവമക്കളുടെ ഹൃദയത്തിൽ ഈ മേഖലകൾ വന്നിട്ടുണ്ട്. പലരും മ്ലാനവതരാ, പലരുടെയും ഹൃദയം മന്ദീഭവിച്ചു, പലരും ആകെ അസ്വസ്ഥപ്പെട്ട് അവർ ഹൃദയം മന്ദീഭവിച്ച് മ്ലാനവതരായി കണ്ണു മൂടപ്പെട്ട ആത്മീയ മക്കളായി മാറി. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ഈശോ നടക്കുമ്പോൾ, ഈശോ വചനം പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകത, അവരുടെ ഹൃദയം ജ്വലിച്ചു. അതാണ് ദൈവവചനം ഒരു സ്ഥലത്ത് പ്രഘോഷിക്കപ്പെടുമ്പോൾ അവിടെ ഹൃദയം ജ്വലിക്കും എന്ന് വച്ചാൽ, മന്ദീഭവിച്ച ഹൃദയത്തിലേക്ക് വചനത്തിൻ്റെ ശക്തിയാൽ നിരാശയുടെ കെട്ടുകൾ മാറും, പ്രത്യാശയുടെ അഭിഷേകം നിറയും, വചനം ഉച്ചരിക്കുന്ന സ്ഥലത്ത് വിടുതൽ സംഭവിക്കും. എന്നാൽ അവർ ഈശോയെ തിരിച്ചറിഞ്ഞപ്പോഴാ. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ ഈശോ അപ്പമെടുത്തിട്ട് അവരുടെ കൂടെ ഇരുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകൾ തുറക്കപ്പെട്ടത് പരിശുദ്ധ കുർബാനയിലാണ്. ഹൃദയം ജ്വലിച്ചത് വചനത്താലാണെങ്കിലും കണ്ണുകൾ തുറക്കപ്പെട്ടത് പരിശുദ്ധ കുർബാനയിലാണ്. ഇത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. 3-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ആദ്യം മാതാപിതാക്കളായ ആദവും ഹവ്വായും അവർ ദൈവത്തോടൊപ്പം നടന്നവരാ, ദൈവത്തോടൊപ്പം ഉലാത്തിയവരാ, ദൈവത്തോട് സംസാരിച്ചവരാ, ദൈവത്തിന് കൂടെ നടന്ന ആദ്യത്തെ മാതാപിതാക്കളായ ആദവും ഹവ്വായും സാത്താൻ വഞ്ചിച്ചപ്പോൾ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, സാത്താൻ വഞ്ചിക്കാൻ വരുന്നവനാ, അവൻ നുണയനാ, സാത്താൻ എപ്പോഴും വഞ്ചിക്കുന്നവനാ. കൗശലക്കാർ, ദൈവം സൃഷ്ടിച്ച ജീവികളിൽ ഏറ്റവും കൗശലക്കാരൻ സാത്താൻ പറഞ്ഞു, ഈ പഴം, അതായത് ദൈവം തിന്നരുതെന്ന് പറഞ്ഞ പഴം ഭക്ഷിക്കാൻ പറഞ്ഞപ്പോൾ, അതായത് ദൈവത്തിൻ്റെ വാക്കുകളെ നിരസിച്ച് സാത്താൻ്റെ വാക്കുകളെ അനുസരിച്ചപ്പോഴാണ് ഈ ലോകത്തിൽ പാപം പറന്നു വീണത്. അപ്പൊ ദൈവത്തിൻ്റെ വചനത്തെ നിരസിച്ച് സാത്താൻ പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ച് പഴം ഭക്ഷിച്ചപ്പോൾ സംഭവിച്ചത്, അവരുടെ ബാഹ്യ നയനങ്ങൾ തുറക്കപ്പെട്ടു, ആന്തരിക നയനങ്ങൾ അടയ്ക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ബാഹ്യ നയനങ്ങൾ തുറക്കപ്പെട്ടു,
ആന്തരികമായ നയനങ്ങൾ അടയ്ക്കപ്പെട്ടു. അതാണ് ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ച കാര്യം. ബാഹ്യമായ നയനങ്ങൾ തുറക്കപ്പെട്ടു, ആന്തരിക നയനങ്ങൾ അടയ്ക്കപ്പെട്ടു. നമുക്കറിയാം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് അവരുടെ ബാഹ്യ നയനങ്ങൾ അടയ്ക്കപ്പെട്ടതാ. അതുകൊണ്ടാണ് അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റാത്തത്. പക്ഷെ ഈശോ അപ്പം എടുത്ത് മുറിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ടു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ കുർബാനയിലെ ഈശോയെ എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയണമെങ്കിൽ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടണം. ഇത് ആന്തരിക അഭിഷേകം കിട്ടണം. ദൈവത്തിന്റെ ആത്മാവ് തൊട്ട് ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ടാൽ മാത്രമേ പരിശുദ്ധ കുർബാനയെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധന്മാരൊക്കെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മണിക്കൂറുകൾ ഇരുന്നത്. പരിശുദ്ധ കുർബാനയെ ഇത്ര തീക്ഷ്ണമായി ആരാധിച്ചത് കാരണം അവരുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ടവരാ. നമുക്കറിയാം, ഒരു മനുഷ്യന് 6 ഇന്ദ്രിയമുണ്ട്. ഈ 6 ഇന്ദ്രിയങ്ങളിൽ മനുഷ്യന് ഏറ്റവും നമുക്കറിയാം, ബാക്കി 5 ഇന്ദ്രിയങ്ങളും ശരീരവുമായി ബന്ധപ്പെട്ടുള്ള 6ാമത്തെ ഇന്ദ്രിയമാണ് അവന്റെ ശുദ്ധതയുള്ള മനസാക്ഷി. ശുദ്ധതയുള്ള മനസാക്ഷിയുള്ള വ്യക്തിക്ക് മാത്രമേ കർത്താവിനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിൽ, വിശുദ്ധ ബിൽഗിഡിന്റെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് വൈദികൻ ഇരിക്കുമ്പോൾ നിലവിളിക്കുക. കർത്താവിന്റെ കുരിശിൽ കിടന്ന് ഈശോ പിടയുന്ന കണ്ടപ്പോൾ വിശുദ്ധ ബിൽഗിഡ് നഗ്നമായ നേത്രം കൊണ്ട് ഈശോയെ കണ്ടുകൊണ്ട്, ഈശോയെ നീ എനിക്ക് വേണ്ടിയാണല്ലോ പിടഞ്ഞു പിടഞ്ഞ് മരിച്ചതെന്ന് പറഞ്ഞ് ഈ ബിൽഗിഡ് കരയുന്നതിന് കാരണം ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ടതാ. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുക, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയത്തിന് വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് പറയണത്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയാ, അതായത് വിശുദ്ധി കൂടാതെ നിങ്ങൾക്ക് ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല. എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ കുർബാനയുടെ രഹസ്യങ്ങൾ എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടണം. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ കുർബാനയുടെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ലോകത്തില് 130 സ്ഥലങ്ങളിലാണ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നത്. അനേകം രാജ്യങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നിട്ടുണ്ട്. പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച് മരിച്ച ആളാണ്, 53 വർഷം കുർബാന മാത്രം സ്വീകരിച്ച ആളാണ് മാർത്ത റോബിൻ. പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇന്നും ആ മകളുടെ ശരീരം അഴുകിയിട്ടില്ല. 38 വർഷം പരിശുദ്ധ കുർബാന മാത്രം ജീവിച്ച ആളാണ് ജർമ്മനിയിലെ വിശുദ്ധ തെരേസ ന്യൂമാൻ. അഡോൾഫ് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ ഹിറ്റ്ലറിന് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കിയത് ഈ സിസ്റ്റർ. 38 വർഷം ഒരു കോൺവെന്റിൽ രോഗിയായിട്ട് കിടക്കുക. ആകെ സ്വീകരിക്കുന്നത് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പ്രഭാതത്തിൽ ബലിയർപ്പിച്ചതിന് ശേഷം കോൺവെന്റിൽ കൊടുക്കുന്ന ഈ വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. ശാസ്ത്രത്തിൽ നിന്നും അത്ഭുതമാ. ചില ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയുമായിട്ട് വികാരിയച്ഛൻ വരുന്ന സമയത്ത് കോൺവെന്റ് ഗേറ്റിലേക്ക് വരുമ്പോൾ ഈശോ ധൃതിയിൽ ഈ കയ്യിൽ നിന്ന് പറന്നു എന്നിട്ട് ഈ സിസ്റ്ററിന്റെ നാവിൽ വന്നിരിക്കും. ഇതിന്റെ തട്ടിപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഹിറ്റ്ലർ 15 അംഗ മെഡിക്കൽ ടീമിനെ വിട്ടു. 5 ലേഡി ഡോക്ടർമാര്, 5 നേഴ്സുമാര്, 5 ആയമാര് 1 മാസം ഈ കോൺവെന്റിനകത്ത് നിരീക്ഷണമാണ്. അവർ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഈ 1 മാസം കുമ്പസാരം പറ്റില്ല. കുമ്പസാരത്തിനകത്ത് രഹസ്യമായിട്ട് അച്ഛൻ വല്ല ഭക്ഷണം കൊടുത്താലോ. 1 മാസം അവർ നിരീക്ഷണം നടത്തുക. രാവിലെ വെള്ളം എടുക്കുമ്പോൾ, കഴുകാൻ വെള്ളം എടുക്കുമ്പോൾ അടന്നു കൊടുക്കും, അടന്നു തുപ്പണം. പ്രിയപ്പെട്ടവരെ, ഈ 1 മാസത്തെ പരീക്ഷണത്തിന് മുമ്പായിട്ട് തെരേസ ന്യൂമാനെ അവർ തൂക്കി നോക്കി. 38 കിലോ. 1 മാസം കഴിഞ്ഞപ്പോൾ തെരേസ ന്യൂമാന്റെ ശരീരം പുഷ്ടിപ്പെട്ടതായി കണ്ടു. ആകെ സ്വീകരിച്ച കുർബാന മാത്രം 38 കിലോയിൽ 43 കിലോ ആയി. ഇന്നും ആ വിശുദ്ധയുടെ ശരീരം അഴുകാതിരിപ്പുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ലോകത്തിൽ അനേക സ്ഥലത്ത് കുർബാന മാംസമായിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അടയാളങ്ങൾ. നമുക്കറിയാം, 1200 വർഷം മുമ്പ് ഇറ്റലി ലാഞ്ചിയാനോയില് കത്തീഡ്രൽ ദേവാലയത്തില് ഒരു ബ്രസീലുകാരൻ അച്ഛൻ, ഒരു വിശ്വാസമില്ലാത്ത അച്ഛൻ, ഈ പരിശുദ്ധ കുർബാനയ്ക്ക് എങ്ങനെ കുദാശ വചനം ഉച്ചരിക്കുമ്പോൾ, റുകാശ പ്രാർത്ഥന നടത്തുമ്പോൾ ഈ ഗോതമ്പപ്പത്തിനകത്ത്, ഈ മുന്തിരിച്ചാറിനകത്ത് എങ്ങനെ ഈശോയുടെ ശരീരം വ്യക്തമാകും? ഇങ്ങനെ സംശയിച്ചത് ബലിയർപ്പിച്ച അച്ഛൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ, മക്കളെ, സംശയം ഉണ്ടെങ്കിലും വിശുദ്ധി ഉണ്ടെങ്കിലും വിശുദ്ധിയില്ലേലും കുർബാന അർപ്പിക്കുമ്പോൾ ഈശോ ആ കുർബാനയിലേക്ക് വരും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, പരിശുദ്ധി അമ്മ ഒരു പ്രാവശ്യം മാത്രമേ ഈശോയ്ക്ക് ജന്മം കൊടുത്തുള്ളൂ. എന്നാൽ ഓരോ പുരോഹിതനും ബലി അർപ്പിക്കുമ്പോൾ ആ പുരോഹിതന്റെ കൈകളിലേക്ക് ഈശോ വരും.
ഹംഗറിയിലെ ഒരു പ്രിസ്റ്റിക്കിന് കർത്താവ് വെളിപ്പെടുത്തി എന്നറിയാമോ? അതായത് അയോഗ്യതയോടെ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ എന്റെ ഏറ്റവും വലിയ വേദന, ഈശോ പറയുക, ഞാൻ പിതാവിന്റെ മാറിടത്തിൽ നിന്ന് ആ പുരോഹിതന്റെ കയ്യിലേക്ക് എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. ഒരു പുരോഹിതൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പിതാവിന്റെ പരിശുദ്ധിയുള്ള മാറിടത്തിൽ നിന്ന് അയോഗ്യനായ വൈദികന്റെ കയ്യിലേക്ക് വരും. ഒരു വൈദികന്റെ കയ്യിൽ കിടന്ന് കർത്താവ് പിടയ്ക്കും. അപ്പൊ ഈ അച്ഛൻ വിശ്വാസമില്ലാതെ ബലിയർപ്പിക്കുന്ന അച്ഛനാ. അങ്ങനെ അച്ഛൻ ഇതെന്റെ ശരീരമാണെന്ന് രക്തമാണെന്ന് പറഞ്ഞ് ഉയർത്തിയ സമയത്ത് അത് പരിശുദ്ധ കുർബാന മാംസമായി. പ്രിയപ്പെട്ടവരെ, 1200 വർഷം കഴിഞ്ഞു. ഇന്ന് ഇറ്റലി ലാഞ്ചോനിയിൽ AB പോസിറ്റീവ് ബ്ലഡ് ആയിട്ട് പച്ച മാംസമായിട്ട് അഴുകാതിരിപ്പുണ്ട്. 500 മെഡിക്കൽ ലാബിൽ ഇതിന്റെ തട്ടിപ്പ് കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞ് ശാസ്ത്രം പരീക്ഷിച്ചു, മെഡിക്കൽ സയൻസ് പരീക്ഷിച്ചു. അവിടെ കീറി മുറിച്ചപ്പോൾ അവരുടെ മെഡിക്കൽ റിപ്പോർട്ടിന് അറിയാമോ? 500 ലാബിലെ മെഡിക്കൽ റിപ്പോർട്ട് 33 വയസ്സുള്ള യുവാവിന്റെ മരിക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ പേശി വലിഞ്ഞു മുറിങ്ങിയ അത്ഭുതമാണ്. 980 ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ഗ്രൂപ്പായ നാസയിലെ സയന്റിസ്റ്റുകൾ ഈ പരിശുദ്ധ കുർബാനയുടെ മാംസക്കഷണവും ഈശോ മിശിഹായെ പൊതിഞ്ഞ തിരിക്കച്ചയുടെ ബ്ലഡ് എടുത്ത് പരിശോധിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയ അത്ഭുതമുണ്ട്. രണ്ടും ഒരാളുടെ ബ്ലഡ്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ആ പരിശുദ്ധ കുർബാനയെ ഞാൻ നിങ്ങൾ ഓരോ ദിവസവും സ്വീകരിക്കണത്. നമുക്കറിയാം, ഒരു ഇച്ചിരി പച്ച ചോരയും പച്ച മാംസവും നമ്മൾ കഴിക്കുവോ? എന്നാൽ ഞാൻ ഇന്നും കുർബാനയിൽ ജീവിക്കുന്നുണ്ടെന്ന് ദൈവജനത്തിന് ബോധ്യം കിട്ടാൻ വേണ്ടി ഈശോ ചില സ്ഥലങ്ങളിൽ മാംസമായി മാറുന്നു, ചില സ്ഥലങ്ങളിൽ രക്തമായി മാറുന്നു. അതേ പരിശുദ്ധ കുർബാനയാണ് ഇന്ന് പ്രഭാതത്തിൽ, ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവ ദേവാലയത്തിൽ, അതേത് റീതിപ്പെട്ട ആളായിക്കോട്ടെ, അവിടെ ബലിയർപ്പിക്കുമ്പോൾ ആ വൈദികന്റെ കയ്യിൽ ഈശോ മിശിഹ പച്ചയ്ക്ക് പിടയ്ക്കുക. ഈശോ മിശിഹ ഈ കാലഘട്ടത്തിൽ പച്ചയ്ക്ക് നേരിട്ടിറങ്ങി വരുന്നത് പരിശുദ്ധ കുർബാനയിലാ. നമ്മളത് വിശ്വസിക്കണം ദൈവമക്കളെ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ വിശ്വസിക്കണം. എത്രയോ സ്ഥലങ്ങളിൽ ഈ അത്ഭുതം നടന്നിരിക്കണത്. എന്തിനായി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സാത്താൻ സേവക്കാർ വട്ടമിട്ടിരിക്കണത്? ജീവിക്കുന്ന ദൈവമുണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും, നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ഈ കുർബാനയ്ക്കകത്ത് ഈശോ ഉണ്ട്. ആ ഒരു വിശ്വാസ സത്യം ലോകം മുഴുവൻ വെളിപ്പെടണം. അതാണ് നമ്മുടെ ദൗത്യം, സഭയുടെ ദൗത്യം. ഈ കാലയളവിലെ വിശ്വാസ സമൂഹത്തിന്റെ ദൗത്യം എന്താ? കുർബാനയ്ക്കകത്ത് ഈശോ ഉണ്ടെങ്കിൽ നമുക്കൊരു വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടെ ഓടിച്ചിലും. ഇന്ന് ജനം ലോകത്തിൽ മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കുക, അവന്റെ പ്രശ്നങ്ങളുമായിട്ട് കറങ്ങി നടക്കുക. വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവരുടെ വേദനയുടെ സമയത്ത് അവർ ഓടിപ്പോയ സ്ഥലം എവിടെയാ? അവരുടെ സങ്കടത്തിന്റെ സമയത്ത് ഓടിപ്പോകുന്ന സമയം എവിടെയാ? അൽഫോൻസ പുണ്യവതി 33 പ്രാവശ്യമൊക്കെ ചില രാത്രികളിൽ ഛർദ്ദിക്കുമായിരുന്നു. ജനാല തുറന്നിട്ട് അവിടെ സക്രാരിക്കാത്ത സ്നേഹത്തിന് ഇടവാരിക്കണ ഈശോയെ കണ്ടിട്ട്, ഈശോയെ ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു പറഞ്ഞ അന്നക്കുട്ടി ഈ അൽഫോൻസാമ്മ രക്തഛർദ്ദിക്കുമായിരുന്നാ പറയണത്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധന്മാരുടെ മുഴുവൻ ശക്തി വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട്. അതിന് നിങ്ങൾ ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. ദിവ്യകാണ്ഡത്തെ തിരുനാളിൽ ആഘോഷമാക്കി മാത്രമല്ല, അനുദിന വിശുദ്ധ കുർബാന. എന്റെ ഈ വിശുദ്ധ കുർബാനയുടെ ശക്തി ദൈവജനത്തിന് വെളിപ്പെട്ട് കിട്ടണം. അതാണ് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയുടെ പവർ രണ്ടാം വരവ് വരെ, ഈശോ മിശിഹ വാനമേഘത്തിൽ എഴുന്നള്ളുന്നവരെ സഭയിൽ ലോകത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പരിശുദ്ധ കുർബാന. അപ്പൊ നമ്മളാണ് എമ്മാവുസിലെ ശിഷ്യന്മാർ വചനം കേട്ടപ്പോൾ, അതാണ് വചനത്തിലൂടെ ഹൃദയം തുറക്കണം. എന്നാൽ വചനത്തിലൂടെ ഹൃദയം തുറന്ന് ദൈവമക്കൾ അപ്പത്തിലൂടെ കണ്ണുകൾ തുറക്കപ്പെടണം, അവരുടെ ആന്തരിക നയങ്ങൾ തുറക്കപ്പെടണം. അങ്ങനെ ആന്തരിക നയങ്ങൾ തുറക്കപ്പെട്ട, അതുകൊണ്ടാണ് കരിസ്മാറ്റിക്കാർ, വചനത്തിലൂടെ തുറക്കപ്പെട്ട കരിസ്മാറ്റിക്കാർ കൂദാശകളിലേക്ക് വരണം. കൂദാശകളിൽ ഈശോയെ കണ്ടെത്താത്തവർ സഭയിൽ നിലനിൽക്കത്തില്ല. സഭയുടെ ശക്തി വിശുദ്ധ കുർബാനയാ. വിശുദ്ധ മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാം തിരുവചനം, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ ഒന്നിച്ചു ചേർന്നാലും അവരുടെ മധ്യത്തിൽ. ഇത് വിശുദ്ധ കുർബാനയാ. വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയണ വചനാ. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ ഒന്നിച്ചേർന്ന അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകും. അത് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള വചനമാ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, വാൻ തുവാൻ എന്ന് പറയുന്ന കർദിനാളുണ്ട്. അദ്ദേഹം വിയറ്റ്നാമിന്റെ യുദ്ധത്തിന്റെ സമയത്ത് തടവുകാരനായിട്ട് പിടിച്ച കത്തോലിക്ക സഭയിലെ കർദിനാളാണ് ഈ വാൻ തുവാൻ. അദ്ദേഹത്തെ 10 വർഷം അദ്ദേഹം ജയിലിലിട്ടു. 10 വർഷം ഒറ്റ മുറിക്കകത്ത്, എഴുന്നേറ്റ് നിൽക്കാൻ വരാത്ത ഒറ്റ മുറിക്കകത്താണ് വാൻ തുവാൻ എന്ന് പറഞ്ഞ കർദിനാൾ കിടന്നത്. അദ്ദേഹത്തെ പിന്നീട് ജയിലിൽ നിന്ന് മോചിപ്പിച്ച് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയെ ധ്യാനിപ്പിക്കാൻ, വത്തിക്കാനെ ധ്യാനിപ്പിക്കാൻ
അദ്ദേഹത്തിന് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 300ഓളം വചനം ബൈഹാർട്ടായിട്ട് പഠിച്ചിരുന്നു. വചനം ധാരാളം ബൈഹാർട്ടായിട്ട് പഠിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി വചനങ്ങൾ കാണാപ്പാഠം പഠിച്ചിരുന്നു. അതാണ് നമ്മുടെ ഈശോ പറഞ്ഞില്ലേ, വചനമാകുന്ന ഭക്ഷണം പരിശുദ്ധ കുർബാന ഭക്ഷണം. 2, അദ്ദേഹത്തിന് രാത്രിയിൽ ലൈറ്റ് ടോർച്ച് അടിക്കാൻ വേണ്ടി ആ ടോർച്ചിനകത്ത് അദ്ദേഹം ഓസ്തിയുടെ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. അത് നിറച്ച് ഓസ്തി വെച്ചിരുന്നു. 2, അദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ടി മരുന്നാന്ന് പറഞ്ഞ് വീഞ്ഞ് കളക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഈ 10 വർഷം എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്ന ബലിപീഠമില്ല. ഈ 10 വർഷം അദ്ദേഹം ഈ വചനം ഉച്ചരിക്കും. എന്നിട്ട് അറിയാവുന്ന വചനം പറഞ്ഞ് അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ച് കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ച് മേശയ്ക്ക് പകരം അൾത്താര ബലിപീഠത്തിന് പകരം തൻ്റെ കയ്യിൽ ഒരു ചെറിയ കഷ്ണം, ചെറിയ പൊടി തിരുവോസ്തി വെക്കും, ചെറിയ തുള്ളി വീഞ്ഞു വെക്കും. എന്നിട്ട് കൈ ബലിപീഠമാക്കി 10 വർഷം അദ്ദേഹം ബലി അർപ്പിച്ചു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കരഞ്ഞു. 10 വർഷം അദ്ദേഹം പറയാണ്, ആ തടവറയിൽ എനിക്ക് ശക്തി കിട്ടിയത് പരിശുദ്ധ കുർബാന എന്ന ഭക്ഷണവും പരിശുദ്ധ വചനം എന്ന ഭക്ഷണമാണ്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ശക്തി നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ കുർബാനയുടെ ശക്തിയും പരിശുദ്ധ വചനത്തിന്റെ ശക്തിയും, സാത്താൻ അലറി വിളിക്കുന്ന, സാത്താൻ ഞെട്ടിപ്പോകുന്ന, സാത്താൻ തകരുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ക്രിസ്ത്യാനി തിരിച്ചറിയണം. പരിശുദ്ധ കുർബാനയുടെ മഹത്വം ക്രിസ്ത്യാനി തിരിച്ചറിയണം. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം നമ്മൾ തിരിച്ചറിയണം. ഇത് രണ്ടും ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മീയ ഭക്ഷണമാണ്. ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകയാത്രയിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മൾ പോകുമ്പോൾ നമുക്കുള്ള ആത്മീയ ശക്തിയാണ്. ആദിമ സഭയുടെ രക്തസാക്ഷിയായ വിശുദ്ധ മെത്രാനായ ഇഗ്നേഷ്യസ് അദ്ദേഹത്തെ വിശന്നു വലയുന്ന സിംഹത്തിന് മുന്നിലേക്ക് വലിച്ചെറിയുമ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ക്ഷീണം മാറ്റുന്ന, എൻ്റെ ശക്തി കിട്ടുന്ന, എനിക്ക് ഓജസ് കിട്ടുന്ന തിരുപ്പാതയമായ വിശുദ്ധ കുർബാന എനിക്ക് ശക്തിയുണ്ട്. വിശുദ്ധ അംബ്രോസ് പുണ്യാളൻ പറയണത്, ഞാനൊരു വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അത് പിറ്റേ ദിവസവും എനിക്ക് അഭിഷേകം കിട്ടും. 24 മണിക്കൂറിലാണ് ഈ അഭിഷേകത്തിന് ശക്തി കിട്ടുന്നത്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, അതാണ് വിശുദ്ധന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ. വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ശക്തി എന്ന് പറയുന്നത് കുർബാനയാണ്. കുർബാനയുടെ പവർ അവർ തിരിച്ചറിഞ്ഞതാ, കുർബാനയുടെ മഹത്വം അവർ തിരിച്ചറിഞ്ഞതാ. ഈശോയുടെ മക്കളെ, നമ്മൾ എത്ര കുർബാന മുടക്കാറുണ്ട്? നമ്മുടെ വീടുകളിൽ ആഘോഷം വരുമ്പോൾ നമ്മൾ മുടക്കാറുണ്ട്. മറ്റു കാര്യങ്ങൾക്ക് നമുക്കറിയാം, നമ്മൾ മറ്റു കാര്യത്ത് എന്തോ ഒരു സമയം ചെലവഴിക്കുന്നുണ്ട്. ഈ കാലയളവിൽ ഏറ്റവും വേദനകരമായ സംഭവം പറയാം. നമ്മുടെയൊക്കെ കുട്ടികൾ ആദ്യ കുർബാന സ്വീകരിക്കുന്നു. നമ്മുടെയൊക്കെ കൊച്ചുമക്കളൊക്കെ ആദ്യ കുർബാന സ്വീകരിക്കുന്നുണ്ട്. ഈ കുഞ്ഞ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമർപ്പിതര് സിസ്റ്റേഴ്സ് ഇവരെ പഠിപ്പിച്ചൊരുക്കി ഈശോയെ ആദ്യമായിട്ട് ആദ്യ കുമ്പസാരം കഴിഞ്ഞ് ദിവ്യകാരൻ ഈശോയെ തിരുരക്തവും തിരുമാംസവുമായി ഈ കുഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ശുദ്ധതയുള്ള കുഞ്ഞാ, ഹൃദയശുദ്ധിയുള്ള കുഞ്ഞുങ്ങളാ. അതായത് ബുദ്ധിമാന്മാരിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് കർത്താവ് വെളിപ്പെടുത്തിയെന്ന് പറയണത്. ഈ കുഞ്ഞുങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ വലിയ കൃപ നമ്മുടെ വീട്ടിൽ നിറയും. പക്ഷെ എനിക്ക് ഏറ്റവും വേദനയുള്ള കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് പല കത്തോലിക്ക കുടുംബങ്ങളിലും വിശുദ്ധ കുർബാനയുടെ പേരിൽ മദ്യം പൊട്ടിക്കുന്നത് ഈശോയ്ക്ക് എന്തോ ഒരു വേദനയുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കുർബാന സ്വീകരിച്ച് നമ്മുടെ കൊച്ചുമക്കള്, നമ്മുടെ പ്രിയപ്പെട്ട മോള് ആദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ച് നമ്മുടെ വീട്ടില് കുഞ്ഞ് കാലുകുത്തുമ്പോൾ അവിടെ തിന്മയുടെ ശക്തി അഴിയാനുള്ള ദൈവിക പവർ ഈ കുഞ്ഞിന്റെ കാലിലുണ്ട്, ഈ കുഞ്ഞിന്റെ കയ്യിലുണ്ട്, ഈ കുഞ്ഞിന്റെ ശരീരത്തിലുണ്ട്. ഈ കുഞ്ഞ് വിശുദ്ധ കുർബാന ഈശോയുമായി, ദിവ്യകാരൻ ഈശോ, ചലിക്കാത്ത ഈശോ, അപ്പത്തിനകത്ത് ഇരിക്കുന്ന ഈശോ, ഗോതമ്പപ്പത്തിനകത്ത് മറിഞ്ഞിരിക്കുന്ന ഈശോ ഈ കുഞ്ഞിന്റെ അതരത്തിലൂടെ ഹൃദയത്തിൽ വന്ന് ഈശോയുടെ രക്തവും മാംസവും, ഈശോയുടെ ശരീരവും രക്തവും ഈ കുഞ്ഞിന്റെ മാംസവുമായി ഒട്ടിച്ചേർന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീടിന്റെ തിന്മയുടെ കെട്ടുകളും അന്ധകാര കോട്ടകളും തകരാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന സമയമാണ്. പക്ഷേ ആ വീട്ടിൽ നിങ്ങൾ മദ്യം വിളമ്പുമ്പോൾ, ആ വീട്ടിൽ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ കുർബാനെ അവഹേളിക്കുക. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ കിടന്ന് ഈശോ വേദനിക്കുന്നുണ്ട്. ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ കിടന്ന് ഈശോ വേദനിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഇത് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ വീട്ടിൽ വരുമ്പോ നമ്മുടെ വീട്ടിൽ കൃപയൊഴുകേണ്ട സമയമാ. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാനും നിങ്ങളൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ അഭിഷേകം ഒഴുകേണ്ട സമയമാ. നമുക്കറിയാം, വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതം നോക്കി. വിശുദ്ധ അന്തോനീസിന്റെ ജീവിതത്തിൽ
ഒരു വ്യക്തി അദ്ദേഹത്തെ വെല്ലുവിളിക്കുക, വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടോ? ഒരു നിരീശ്വരവാദി, യഹൂദനായ നിരീശ്വരവാദി, നിങ്ങൾ ഈ ഗോതമ്പപ്പത്തെ ആരാധിക്കണ ഈ കുർബാനയെന്ന് ഈശോ ദൈവം ഉണ്ടെന്നല്ല പറയണത്. നമുക്കറിയാം, ഇന്നും നാവഴുകാത്ത ഏകദേശം 800 വർഷമായി കുർബാന മാത്രം സ്വീകരിച്ചും കുർബാനയെ സ്നേഹിച്ചും വചനം പറഞ്ഞ് ജീവിച്ച വിശുദ്ധനായ അന്തോനീസിന് നാവഴുകിട്ടില്ലല്ലോ. ഈ വിശുദ്ധൻ പറഞ്ഞു കുർബാനയിൽ ഈശോ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം. അതായത് 1.5 ആഴ്ച ഭക്ഷണം കിട്ടാതെ വെള്ളം കൊടുക്കാതിരിക്കുന്ന ഒരു കഴുതയെ ഞാൻ അഴിച്ചുവിടും. ആ കഴുതയുടെ മുമ്പിലേക്ക് വൈക്കോലും വെള്ളവും പച്ചപ്പുല്ലും വെക്കും. അതിന് തൊട്ടടുത്ത് അന്തോണീസ് അച്ഛൻ കുർബാനയും പിടിച്ചു നിൽക്കണം. കഴുത ഓടി വന്നിട്ട് പച്ചപ്പുല്ല് നിന്നെങ്കിൽ ഈ കുർബാന വെറുതെ ചുമ്മാ പറയണതാ. നിങ്ങൾ ജനത്തെ കളിപ്പിക്കാൻ വേണ്ടി ഈ കത്തോലിക്ക സഭ കബളിപ്പിക്കുന്നതാ. അന്തോണീസ് പുണ്യാളൻ പ്രാർത്ഥിച്ചൊരുങ്ങി 1.5 ആഴ്ച പട്ടിണി കിടക്കുന്ന ഈ കഴുതയെ അഴിച്ചുവിടുമ്പോൾ 1000കണക്കിന് ജനം നിൽക്കുക. തൊട്ടടുത്ത് ഈ വൈക്കോലും പുല്ലും പച്ചപ്പുല്ലും, ഇപ്പുറത്ത് വിശുദ്ധ അന്തോനീസൻ പുണ്യാളൻ വിശുദ്ധ കുർബാനയും പിടിച്ചു നിൽക്കുക. ഈ കഴുത ഓടി വരിക. കഴുത ഓടി വന്നിട്ട്, നമ്മളൊക്കെ കഴുത എന്ന് പറയണ ബുദ്ധിയില്ലാത്ത കഴുത പരിശുദ്ധ കുർബാനയെ താണു വീണു വണങ്ങിയിട്ടുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, കഴുതയ്ക്ക് പോലും വിശുദ്ധ കുർബാനയെ തിരിച്ചറിയാം. 1907 മരിച്ച ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്, 4.5 വയസ്സ് വരെ ജീവിച്ച കൊച്ചുനെല്ലി, വിശുദ്ധ കൊച്ചുനെല്ലി. ഈ കൊച്ചുനെല്ലിയുടെ പ്രത്യേകത അറിയാമോ? 3.5 വയസ്സാകുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഏതെങ്കിലും വ്യക്തികൾ വിശുദ്ധമായി കുർബാന സ്വീകരിച്ചാൽ, വിശുദ്ധിയോടെ കുർബാന സ്വീകരിച്ചാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. ഇവൾ ഒരിക്കലും കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആഗ്രഹിച്ച്, കൊച്ചു എനിക്ക് ഈശോയെ വേണം, ഉണ്ണീശോയെ വേണം, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈദികന്റെ കയ്യിൽ നിന്ന് വിശുദ്ധ കുർബാന പറഞ്ഞു എന്ന് ഇവളും നാവിൽ വന്നിരുന്നു. പ്രിയപ്പെട്ടവർ, ഇത് ബിഷപ്പിനെ അറിയിച്ചു. അങ്ങനെ ഒരു പ്രത്യേക പെർമിഷനോടുകൂടി 3.5 വയസ്സിൽ വിശുദ്ധ കൊച്ചുനെല്ലിക്ക് വിശുദ്ധ കുർബാന കൊടുത്തു. കൊച്ചുനെല്ലി ജീവിച്ചത് 4.5 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. കുർബാനയെ സ്നേഹിച്ച ഒരു കൊച്ചു പെൺകുട്ടി. 1907 ഈ പെൺകുട്ടി മരിച്ചു 4.5 വയസ്സിൽ. പ്രിയപ്പെട്ടവർ, 100 വർഷം കഴിഞ്ഞ് കൊച്ചുനെല്ലിയുടെ കബറിടം പൊട്ടിച്ചപ്പോൾ ഇന്നും ശാസ്ത്രത്തിന് വിശ്വസിക്കാൻ പറ്റത്തില്ല, 100 വർഷമായിട്ട് അഴുകാതിരിപ്പുണ്ട്. വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച വിശുദ്ധ കൊച്ചുനെല്ലി, വിശുദ്ധ പാസ്കൽ ബെയ്ലോൺ ഒരു ദിവസം 8ഉം 10ഉം വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുമായിരുന്നു. വിശുദ്ധ കുർബാനയുടെ സമൂഹത്തിന്റെ മധ്യസ്ഥൻ എന്നാ പറയണത്. അദ്ദേഹം ആട് മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയില് വിശുദ്ധ കുർബാനയുടെ സ്വീകരണ സമയത്ത് കൂദാശ വചനം ഉച്ചരിക്കുമ്പോൾ പള്ളിമണി അടിക്കുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ മാലാഖന്മാർ അദ്ദേഹത്തിന് നാവിലേക്ക് വിശുദ്ധ കുർബാന കൊടുക്കുമായിരുന്നു. ഈ വിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് വിശുദ്ധ ഡൊമിനിക് സാവിയെ പിടിച്ചു നിർത്തിയത്. നമ്മുടെ വിശുദ്ധന്മാരൊക്കെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രക്തസാക്ഷികൾക്ക് ശക്തി പകർന്നത് വിശുദ്ധ കുർബാനയാ. സഭയിലെ പിതാക്കന്മാർക്ക് ബലം കൊടുത്തത് പരിശുദ്ധ കുർബാനയാ. നമുക്കറിയാം, എത്രയോ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ, വിശുദ്ധകളുടെ ജീവിതത്തിൽ സഹനങ്ങളും രോഗങ്ങളും വലിയ മാരക രോഗങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നപ്പോഴും അവർക്ക് പിടിച്ചു നിന്നതും കരുത്ത് നൽകിയതും വിശുദ്ധ കുർബാനയാ. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷയുടെ 3-ാം ദിവസത്തിൽ ഇവിടെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ 2 ഭക്ഷണം ഉറപ്പിക്കണം. ഒന്ന് പരിശുദ്ധ കുർബാന എന്ന ഭക്ഷണം, 2 വചനമാകുന്ന ഭക്ഷണം. മത്തായി സുവിശേഷം 6:9 നമ്മൾ തുടങ്ങിയ വചനം. 2 ആഹാരം, 1 പരിശുദ്ധ കുർബാന എന്ന ഭക്ഷണവും 2 പരിശുദ്ധ വചനം എന്ന ഭക്ഷണവും. ഇത് 2ഉം ഒരുമിച്ച് ചേർത്ത് ഭക്ഷിക്കണം ഒരാത്മീയ പൈതൽ. അന്ത്യകാല പോരാട്ടത്തിൽ ഞാനും നിങ്ങളും ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ, ഈശോയുടെ 2ാം വരവിന് വേണ്ടി ദൈവജനം ഒരുങ്ങുമ്പോൾ, ദൈവജനത്തിനെ ശക്തിപ്പെടുത്താൻ, ആത്മാവിന് കരുത്ത് നൽകാൻ, ആത്മാവിന് കൃപ ലഭിക്കാൻ ദൈവം ഒരുക്കുന്ന തിന്മ നിറഞ്ഞ ലോകത്തിൽ, പാപം നിറഞ്ഞ ലോകത്തിൽ, അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ ദൈവ പൈതലിൽ പിടിച്ചു നിൽക്കാൻ സ്വർഗം നൽകുന്ന 2 ആയുധ സമ്മാനമാണ്. 1 പരിശുദ്ധ കുർബാന എന്ന ഭക്ഷണവും 2 പരിശുദ്ധ വചനം എന്ന ഭക്ഷണവും. ഈ ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. കർത്താവേ, അനുദിന വിശുദ്ധ കുർബാനയിലും അനുദിനം വചനം വായിക്കാനും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നമുക്ക് തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
യേശുവേ സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്ക് യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. ചേർന്ന് പാടാം. യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്ക് യോഗ്യൻ നീ, യോഗ്യനായവനെ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ മാത്രം, യേശുവേ യേശു മാത്രം. സ്തുതികൾ സകലരും ആരാധിക്കുന്ന ദൈവം, അറക്കപ്പെട്ട കുഞ്ഞാട്. യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദിവ്യകാരുണ്യമേ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. കരങ്ങൾ കൂപ്പി യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. ശിരസ് നമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും സകല ആരാധനയ്ക്കും യോഗ്യനായവനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യ അനുഭവ ധ്യാനത്തിൻ്റെ 3-ാം ദിവസം നമ്മൾ ഈ ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുന്ന സമയമാണല്ലോ ഇത്. പരിശുദ്ധ കുർബാനയെ നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് ലഭിക്കും. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ യോഹന്നാൻ ശ്ലീഹ ആത്മാവിൽ ലയിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ടൊരു ദർശനമുണ്ട്. 7 വിളക്കിന് നടുവിൽ ശോഭപൂർണനായി മാറത്ത് പൻകച്ചി അണിഞ്ഞ 10,000 സൂര്യനേക്കാൾ തേജസ്സുറ്റ കണ്ണുകളുമായി സിംഹാസനത്തിലിരിക്കുന്ന ദിവ്യകാരുണ്യീശോ, ആ ദിവ്യകാരുണ്യീശോയെ നമുക്ക് ആരാധിക്കാം. ആ ദിവ്യകാരുണ്യീശോയെ നമുക്ക് സ്നേഹിക്കാം. കരങ്ങൾ കുപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ 3-ാം ദിവസം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ ചിന്തിക്കപ്പെട്ടു. ഈശോ മിശിഹ നമുക്ക് നൽകിയ 2 ആഹാരമുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, അന്നു വേണ്ടുന്ന ആഹാരം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോക ജീവിതത്തിൽ തിന്മയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ ഒരു വിശ്വാസിക്ക് വേണ്ട ആത്മീയ ഭക്ഷണമാണല്ലോ പരിശുദ്ധ കുർബാന എന്ന ഭക്ഷണവും പരിശുദ്ധ വചനം എന്ന ഭക്ഷണം. വിശുദ്ധ കുർബാന അപ്പത്തിൻ്റെ മേശയും വചനത്തിൻ്റെ മേശയും കൂടിച്ചേർന്നതാ.
ദൈവമക്കളെ, പരിശുദ്ധ കുർബാന ഭക്ഷിക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ആവശ്യമായ ആത്മീയ കൃപാവരങ്ങൾ ലഭിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം വഴിയാണ്. ഈശോ പറഞ്ഞു, ദൈവമക്കൾക്കുള്ള ആത്മീയ ഭക്ഷണമാണ് ഒന്ന് വചനമാകുന്ന ഭക്ഷണം, രണ്ട് പരിശുദ്ധ കുർബാനയാകുന്ന ഭക്ഷണം. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടൊരു വചനഭാഗമില്ലേ? എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ. അവരുടെ മനസ്സ് തളർന്നവരാ, അവരുടെ ഹൃദയം മന്ദീഭവിച്ചവരാ, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടവരാ, അവരും മ്ലാനവതരായിരുന്നു. തങ്ങൾ സ്നേഹിച്ച, തങ്ങളുടെ രാജാവെന്ന് വിശ്വസിച്ച, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത, പിശാചിനെ ബന്ധിച്ചവനായ ഈശോ മിശിഹായെ കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ നിസ്സഹായ അവസ്ഥയിൽ പതറിപ്പോയ ശിഷ്യന്മാർ അവരെമ്മാവൂസിലേക്ക് പോകുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. 2, അവരുടെ ഹൃദയം മ്ലാനവതരായിരുന്നു. 3, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു. ദൈവ പൈതലേ, ഈ കാലയളവിൽ പ്രത്യേകിച്ച് വിശ്വാസത്തിനെതിരായി, തിരുസഭയ്ക്കെതിരായി, ഈ അന്ധകാര കാലഘട്ടത്തിൽ, അന്ത്യകാലഘട്ടത്തിൽ സഭയ്ക്കെതിരെയുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ വിശ്വാസത്തെ തള്ളിപ്പറയുന്നൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പല ദൈവമക്കളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിട്ടുണ്ട്. അവരുടെ ഹൃദയം കെട്ടപ്പെട്ട് കിടക്കുക. പലരുടെയും കണ്ണുകൾ മൂടപ്പെട്ടു. പലരും മ്ലാനവതരാ. കാരണം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ, വേദനാജനകമായ വിഷയങ്ങൾ കാണുമ്പോൾ, വിശ്വാസ തകർച്ചയുടെ കാലഘട്ടത്തിൽ, നിരാശയുടെ കാലഘട്ടം, ഇന്ന് പലരുടെയും ഹൃദയം മന്ദീഭവിച്ചും അവർ ദുഃഖഭരിതരാ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ മനസ്സു തളർന്ന്, അവരുടെ ഹൃദയം മന്ദീഭവിച്ച് അവർ മ്ലാനവതരായി പോയതുപോലെ ഈ കാലയളവിൽ അനേകം യുവതീവാക്കന്മാർ, അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ, അനേകം ദമ്പതിമാർ, കുടുംബ ജീവിതത്തിലുള്ളവർ, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഹൃദയം മന്ദീഭവിച്ച കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടമായി അനേകം ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടപ്പോൾ, കുദാശകൾ കിട്ടാതെ വന്നപ്പോൾ ഹൃദയം മന്ദീഭവിച്ചും മ്ലാനവതരും കണ്ണുകൾ മൂടപ്പെട്ടവരുമായ ദൈവമക്കളോട് ഈശോ പറയുക, എമ്മാവൂസിലേക്ക് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഈശോ കടന്നു വന്നിട്ട് അവരോട് വചനം പങ്കുവെക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ജ്വലിക്കപ്പെട്ടു. എന്നാൽ അവൻ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ദൈവമക്കളെ, ഹൃദയം മന്ദീഭവിച്ച ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം, കണ്ണുകൾ തുറക്കപ്പെടുന്നത് കർത്താവിൻ്റെ അപ്പം മുറിക്കൽ, വിശുദ്ധ കുർബാന. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ആത്മീയ പോരാട്ടത്തിൽ ഒരു സഭയുടെ മക്കൾക്ക്, ദൈവ പൈതലിന് ആത്മീയ കരുത്താണ് ഈശോ തന്ന സമ്മാനമായ പരിശുദ്ധ വചനവും പരിശുദ്ധ കുർബാനയും. ഈ 2 ഭക്ഷണത്തെ മുറുകെ പിടിക്കുമ്പോൾ സാത്താനെതിരെ, തിന്മയ്ക്കെതിരെ, നിരാശയുടെ ലോകത്തിൽ, കുറ്റകൃത്യത്തിൻ്റെ ലോകത്തിൽ, അശുദ്ധിയുടെ ലോകത്തിൽ, പാപം നിറഞ്ഞ ലോകത്തിൽ, അന്ധകാര ശക്തികളുടെ പോരാട്ടത്തിൽ, ഇന്ന് ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തെ ഏറ്റുപറയാൻ നാണക്കേടുണ്ടാകുന്ന കാലഘട്ടത്തിൽ, മടി കാണിക്കുന്ന കാലഘട്ടത്തിൽ സത്യവിശ്വാസത്തെ പ്രഘോഷിക്കാനുള്ള ആത്മീയ കരുത്തിനു വേണ്ടി നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. ഈ ആരാധനയെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, ഞങ്ങളിൽ പലരുടെയും കണ്ണുകൾ മൂടപ്പെട്ടു, ഞങ്ങളുടെ പലരുടെയും ഹൃദയങ്ങൾ മന്ദീഭവിച്ചു, ഞങ്ങൾ പലരും ഇന്ന് ദുഃഖിതരാ. വിശ്വാസരാഹിത്യത്തിൻ്റെ കാലഘട്ടമാണ്. പരിശുദ്ധ കുർബാനയിൽ
ഈശോയുണ്ടെന്നുള്ള ആത്മീയ സത്യത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ദിവ്യകാരൻ ഈശോയുടെ മുമ്പിൽ എളിമയോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ച ഹൃദയത്തെ നീ ഒന്ന് ജ്വലിപ്പിക്കണമേ. ദുഃഖിതരായ, ആനന്ദം നഷ്ടപ്പെട്ട, സന്തോഷം നഷ്ടപ്പെട്ട, വിലാപത്തിലും സങ്കടത്തിലും വേദനയിലുമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരൻ ഈശോയെ നമുക്കൊന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോര ദൈവമക്കളെ, ഇവിടുന്ന് ശക്തി പുറപ്പെടുന്ന സമയമാണല്ലോ. ഓരോ പ്രഭാതത്തിലും വിലാപങ്ങളുടെ പുസ്തകം 3:22 വചനം, ഓരോ പ്രഭാതത്തിലും ഈശോയുടെ സ്നേഹം പുതിയതാണ്. ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുത ശക്തി കടന്നു വരട്ടെ, അത്ഭുത ശക്തി കടന്നു വരട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഓ കർത്താവേ, എൻ്റെ കണ്ണുകൾ തുറക്കപ്പെടണമേ. ഓ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നീ ജ്വലനം നൽകണമേ. എൻ്റെ കർത്താവേ, എൻ്റെ വേദന മാറ്റി, നിരാശ മാറ്റി, പ്രത്യാശ നൽകണമേ എന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, സ്നേഹമേ ഈശോ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാന്യത്തിൽ കണ്ടെത്തി അവരെ വാരിപ്പുണർന്നു. താൽപര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകൾ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു ശൂന്യതയില്ലേ? നമ്മുടെ ഹൃദയത്തിൽ ഒരു മന്ദതയില്ലേ? പ്രാർത്ഥിച്ചിട്ടൊരു അഭിഷേകം കിട്ടുന്നില്ലല്ലോ. ദൈവത്തെ ആരാധിക്കാൻ ഒരു അഭിഷേകം കിട്ടുന്നില്ലല്ലോ. ഈ ശൂന്യതയാണ് ദൈവം തൻ്റെ കൃപ നിറയ്ക്കുന്നത്. വിശുദ്ധ പൗലോസ് ഈശോ പറയുന്നില്ലേ, ബലഹീനതയിലാണ് എൻ്റെ കൃപ വെളിപ്പെടുന്നത്. പാപിയായ മനുഷ്യനും ബലവാനായ ദൈവവും, പാപിയായ മനുഷ്യനും കരുണാമയനായ ദൈവവും നേർക്ക് നേർ നിന്നൊന്നിച്ച് ദൈവം ഇറങ്ങി വരുന്ന പരിശുദ്ധമായ കൂദാശയ, പരിശുദ്ധ കുർബാന. കരുണാമയനായ ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്ന് അവനെ ശക്തിപ്പെടുത്തുന്നതാണ് വചനത്തിൻ്റെ മേശയും അപ്പത്തിൻ്റെ മേശയും. കർത്താവേ, ശൂന്യത ഓരിയിടുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദിവ്യകാരുണ്യനാഥ ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ശക്തി പകരണമേ അപ്പാ. ശക്തി നിറയ്ക്കണമേ രക്ഷകനീശോയേ, ശക്തി നിറയ്ക്കണമേ രക്ഷകനീശോയേ, ശക്തി നിറയ്ക്കണമേ രക്ഷകനീശോയേ, ശക്തി നിറയ്ക്കണമേ രക്ഷകനീശോയേ, ശക്തി നിറയ്ക്കണമേ
രക്ഷകനീശോയേ ഈശോ ശക്തി നിറയ്ക്കണമേ. രക്ഷകനീശോയേ ശക്തി നിറയ്ക്കണമേ. രക്ഷകനീശോയേ ശക്തി നിറയ്ക്കണമേ. രക്ഷകനീശോയേ. സങ്കീർത്തന പുസ്തകം 63 അധ്യായം 2 തിരുലിഖിതം. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. വിശുദ്ധ മന്ദിരത്തിൽ ദിവ്യകാരുണ്യീശോയുണ്ട്. വിശുദ്ധ മന്ദിരത്തിൽ ദിവ്യകാരുണ്യീശോയുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിരാശപ്പെട്ട മക്കൾ, തകർന്ന മക്കളുണ്ട്. ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ തകർന്ന കുടുംബങ്ങളുണ്ട്. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്. മാറാ രോഗികളുണ്ട്. മാരക പാപത്തിന് അടിമപ്പെട്ടവരുണ്ട്. മദ്യപാനത്തിന് അടിമപ്പെട്ടവരുണ്ട്. നിരാശ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്തവരുണ്ട്. കടഭാരത്താൽ, ജപ്തി നോട്ടീസിനാൽ ജീവിതത്തിൽ വിഷമിക്കുന്നവരുണ്ട്. മക്കളുടെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത മാതാപിതാക്കളുണ്ട്. പഠിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. അനുസരണക്കേടുള്ള മക്കളുള്ള കുടുംബമുണ്ട്. ആരും സഹായിക്കാനില്ലാത്ത നിസ്സഹായ അവസ്ഥരുണ്ട്. ദൈവമക്കളെ, ആരും നിന്നെ സഹായിക്കുന്നില്ലെങ്കിലും ഈശോ നിന്നെ സഹായിക്കും. സങ്കീർത്തനം 27:10 അവനൊരു വചനം പറയണില്ലേ? അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. അവൻ കാൽവരി കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ അവസാന തുള്ളി രക്തം വരെ തന്നവനല്ലേ അവൻ. തൻ്റെ ചോരയും മാംസവും വിശുദ്ധ കുർബാനയായി നൽകിയവനല്ലേ അവൻ. എന്തിനാ? അവസാനം തനിക്കുണ്ടായിരുന്ന അമ്മയെ പോലും ഏൽപ്പിച്ചു തന്നവനല്ലേ ഈശോ. സ്നേഹമായി ഈശോ. ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും, നീ ഏത് ശൂന്യത ഓരിയിടുന്ന മണലാരിടത്തിലാണെങ്കിലും നീ കർത്താവിനെ വിശ്വാസത്തോടെ വിളിച്ചേ. ഈ ദിവ്യകാരുണ്യനാഥനെ വിളിച്ചേ. ഇവിടുന്ന് കൃപയിറങ്ങി വരും നിന്നെ കെട്ടിപ്പിടിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ. ഈശോ കുരിശോളമെത്തുന്ന സ്നേഹം ബലിയായി തീരുന്ന സ്നേഹം. കുരിശോളമെത്തുന്ന സ്നേഹം സ്നേഹമായി ഈശോ ബലിയായി തീരുന്ന സ്നേഹം. എന്റെ സ്നേഹമേ, മുറിയപ്പെടും ദിവ്യ സ്നേഹം, ചുടുചോര ചിന്തുന്ന സ്നേഹം. ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിലപ്പാ, ഈ തിരുവോസ്തിയിൽ ഇന്ന് കാണുന്നു ഞാൻ ഈശോ. ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. വിശുദ്ധ തോമസ് അക്വിനസ് വേദപാരംഗതനായ 11ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാവിശുദ്ധനായ വിശുദ്ധ തോമസ് അക്വിനസ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം വെളുത്തുറഞ്ഞു വന്നതാ
പരിശുദ്ധ ദിവ്യകാരുണ്യം. ഈശോ അപ്പമായി നിങ്ങളുടെ ഉള്ളിൽ അവസാനം വരെ നിലനിൽക്കാൻ അവൻ ശൂന്യമായതാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാന നിന്റെ ശരീരത്തിൽ അവൻ ഒട്ടിച്ചേരാനാ, നിനക്ക് ശക്തി പകരാനാ, നിനക്ക് ബലം നൽകാനാ. ഈശോ നിന്നോട് പറയുന്നൊരു വാക്കുണ്ട്, ആരുമില്ലേലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ആരൊക്കെ നിന്നെ വേണ്ടെന്ന് വച്ചാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ലാസറിൻ്റെ കബറിടത്തിൽ ലാസറിൻ്റെ സഹോദരിയായ മർത്തയും മറിയും കരയുന്ന കണ്ട് കരഞ്ഞവനല്ലേ ഈശോ? കുഷ്ഠരോഗിയുടെ ഭവനത്തിൽ ചെന്ന് അവനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചവനല്ലേ ഈശോ? ചുങ്കക്കാരനായ മത്തായിയെ കെട്ടിപ്പിടിച്ചവനല്ലേ ഈശോ? മഹാപാപിനിയായ ശരീരം വിറ്റ് നടന്നവളായ മഗ്ദല മറിയത്തെ പാപം മോചിപ്പിച്ച് കരുണ കാണിച്ചവനല്ലേ ഈശോ? ചുങ്കക്കാരനായ പണപ്പിരിവുകാരനായ സക്കേവൂസിനെ സ്നേഹിച്ചവനല്ലേ ഈശോ? ഈശോയ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. തന്നെ കുത്തിമുറിവേൽപ്പിച്ചവരും തന്നെ വേദനിപ്പിച്ചവരെ നോക്കി പിതാവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് സ്നേഹം മാത്രമായി ഈശോ വീണ്ടും വീണ്ടും നമ്മളെ സ്നേഹിക്കാൻ കുർബാനയായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. ആ ഈശോയെ നമുക്ക് സ്നേഹിക്കാം. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ഈശോ ജീവിതം കൊണ്ടങ്ങ് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറും. നമുക്ക് ചേർന്ന് പാടാം. ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടാരാധിക്കുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. ഈശോ ആനന്ദത്തോടാരാധിക്കുന്നു. കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ചേ, എന്നിട്ട് ഈശോയെ നോക്കിക്കേ. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്കാണ്. പരിശുദ്ധ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. ദിവ്യകാരുണ്യത്തെ നോക്കി, എൻ്റെ മകനെ നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയുന്നതാ ദിവ്യകാരുണ്യത്തിന് ഏറ്റവും ഇഷ്ടം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ പറയട്ടെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. കരങ്ങൾ കൂപ്പി ശിരസ് വെച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായി
എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടാരാധിക്കുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടാരാധിക്കുന്നു. സ്നേഹിക്കുന്നു എന്നീശോയെ, സ്നേഹിക്കുന്നു എന്നീശോയെ, സ്നേഹിക്കുന്നു എന്നീശോയെ, സ്നേഹിക്കുന്നു